അതിനായിട്ട് നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ പോകാം. അധികം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ, നമുക്ക് ഒരു വാക്യം ആദ്യം വായിക്കാം. അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. രണ്ട് വാക്യങ്ങൾ, ഇൻഫാക്ട് രണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരെങ്കിലും മലയാളത്തിൽ വാക്യങ്ങൾ വായിച്ചെന്നെ സഹായിക്കണം. പഠിപ്പിച്ചതാണ്. എന്നെ തന്നെ ഞാൻ തന്നെ പഠിപ്പിച്ചതാണ് മലയാളം വായിക്കാൻ വേണ്ടി. എൻ്റെ ഫ്ലുവൻസി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിയിലുമാണ്. അതുകൊണ്ട് മലയാളം ബൈബിൾ വായിക്കാൻ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും എന്നെ മലയാളത്തിലൊന്ന് വായിച്ച് സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മലയാളത്തിലൊന്ന് വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 13 to 16. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല ആമേൻ. വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ആമേൻ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ സുമ. അപ്പോൾ നമ്മൾ ഇവിടെ വായിച്ചത് ദൈവം, സർവശക്തനായ ദൈവം ഒരാളോട് പറഞ്ഞ കാര്യങ്ങളാ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് ആരോടാ പറഞ്ഞെന്നറിയോ? അബ്രഹാമിനോട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാ, ഈ ഭാഗങ്ങളെല്ലാം നമുക്കറിയാം. അബ്രഹാമിനോട് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാ. നിന്റെ തലമുറകൾ, നിന്റെ സന്തതികൾ, അവര് ഇപ്പോൾ എബ്രഹാം എവിടാന്നറിയോ? ദൈവം എബ്രഹാമിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുക. എബ്രഹാം ഇപ്പൊ എവിടാന്നറിയോ? അബ്രഹാം കനാൻ ദേശത്താ. ആ ദൈവം അബ്രഹാമിന് വാക്കു കൊടുത്തു, ഈ ദേശം, നീ കാൽ ചവിട്ടുന്ന ഈ ദേശം നിനക്കും നിന്റെ തലമുറകൾക്കും എന്നേക്കുമായിട്ട് ഞാൻ തന്നിരിക്കുകയാണ്. ദൈവം വാഗ്ദത്തം കൊടുത്തു. അതിനെല്ലാം ശേഷം ദൈവം പറയാണ്, പക്ഷെങ്കിൽ ഭാവിയിൽ ഒരു 2-3 തലമുറ കഴിയുമ്പോൾ, നമുക്കറിയാം യാക്കോബിന്റെ തലമുറയുടെ യാക്കോബിന്റെ യോസഫിന്റെയും കാലഘട്ടത്തിലാണ് അബ്രഹാമിന്റെ സന്തതി മിസ്രൈമിലേക്ക് കടന്നുപോയത്. അപ്പൊ ദൈവം പറയാണ് അവരവിടെ കടന്നു പോകും. എന്നിട്ട് അവിടെ ദൈവം പറഞ്ഞ ഒരു ഒരു ശ്രദ്ധിച്ചു. ദൈവം പറയാം, നീ അത് നിശ്ചയമായിട്ടും അറിഞ്ഞുകൊള്ളുക, ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കും. പക്ഷെ ദൈവം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? 400 വർഷക്കാലം. എത്ര? 400. ഒരു 400 ഇയേഴ്സ് എന്ന ഒരു ഒരു സമയം ദൈവം തീരുമാനിച്ചു. അവരെ അടിമവേലയിലായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ ആ അടിമവേലയ്ക്ക് ദൈവം ഒരു സമയമിട്ടു. 400 ഇയേഴ്സ്, 400 വർഷക്കാലം. ആ 400 വർഷക്കാലം കഴിയുമ്പോൾ ഞാൻ അവരെ അവിടുന്ന് വിടുവിച്ച് അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും എന്നും ദൈവം പറഞ്ഞു. അപ്പൊ ഇത് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഒരു വാഗ്ദത്തമാണ്, ഒരു കവനന്റ് ആണ്, ഒരു പ്രോമിസ് ആണ്. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. പുറപ്പാട് പുസ്തകം 12-40. എക്സഡസ് 12:40. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. നമുക്ക് അവിടെ നിർത്താം. ഇത് ഇസ്രായേൽ മക്കൾ ഈ ദൈവം പറഞ്ഞ ഈ വാഗ്ദത്തത്തിന് അനുസരിച്ച് അവർ അടിമകളായതിനു ശേഷം 4 തലമുറ, ഇല്ലേ? ദൈവം പറയുന്നത് 4-ാം തലമുറയിൽ നിന്ന്. കറക്റ്റ് അതുപോലെ തന്നെ 4-ാം തലമുറയിൽ അവർ അവിടുന്ന് പുറപ്പെടുന്നു. ആരുടെ ഗൈഡൻസിൽ? മോശയുടെ ഗൈഡൻസിൽ. പക്ഷെ അന്നേരം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് 430 സംവത്സരം, 430 വർഷം. ദൈവം പറഞ്ഞത് എത്ര? ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എത്ര വർഷങ്ങളാ അവരവിടെ അടിമകളായിട്ട് ഇരിക്കേണ്ടത്? 400 വർഷക്കാലം. അപ്പൊ ഈ 30 വർഷം എക്സ്ട്രാ എന്തുകൊണ്ട്? എങ്ങനെ? ദൈവത്തിന്റെ പദ്ധതി 400 വർഷത്തിന്റെ അടിമവേലയാണെങ്കിൽ അതിനുശേഷം വിടുവിക്കും എന്നുള്ള വാഗ്ദത്വം കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെങ്കിൽ 30 വർഷം കൂടെ നീണ്ടുപോയതിന്റെ കാരണം എന്ത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ന്റെ 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 2-ന്റെ 23 to 25. ഏറെ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം അവിടെ നിർത്താം. നമുക്ക് അവിടെ നിർത്താം. താങ്ക് യു സോ മച്ച്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ?
അതിന്റെ 25-ാം വാക്യം കൂടെ അങ്ങ് വായിച്ചോ, 25-ാം വാക്യം കൂടെ. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ഓക്കെ. സോ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം. ദൈവം അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തത്തെ ദൈവം ഓർത്തു. ദൈവം ഓർത്തു. അപ്പൊ നമ്മൾ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ഇസഹാക്കിനോടും പറഞ്ഞായിരുന്നു, യാക്കോബിനോടും പറഞ്ഞായിരുന്നു. കാരണം ദൈവവചനം പറയുന്നത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം. അപ്പൊ മൂന്നപ്പന്മാർക്കും ദൈവം വാഗ്ദത്തം കൊടുത്തു. മൂന്നപ്പന്മാരോടും ദൈവം പ്രോമിസ് ചെയ്തു, 400 വർഷം കഴിയുമ്പോൾ ഞാൻ നിന്റെ സന്തതിയെ വിടുവിക്കും എന്നുള്ളത്. അല്ലെ? അങ്ങനെയെങ്കിൽ ദൈവം ഓർക്കാൻ ഇപ്പം ദൈവം ഓർക്കാൻ കാരണം എന്തോ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ? ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഗ്രോൺഡ് ബിക്കോസ് ഓഫ് ദ ബോണ്ടേജ്. അവരുടെ അടിമവേല നിമിത്തം അവര് നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദേ ഗ്രോൺഡ്. അവരുടെ ആ നിലവിളി, അവരുടെ നെടുവീർപ്പൊട്ടുള്ള നില, ചുമ്മാ കരച്ചിലല്ല, ചുമ്മാ ഒഴുക്കം പ്രാർത്ഥനയല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു ഒഴുക്കം പ്രാർത്ഥനയല്ല. ദൈവമേ വിടുവിക്കണമേ, ദൈവമേ വാഗ്ദത്തം ചെയ്തിട്ട് ഒത്തിരി നാളായല്ലോ, നീ അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഒഴുക്കം പ്രാർത്ഥനയല്ല. പക്ഷെ നെടുവീർപ്പിട്ടുള്ള നിലവിളി, അത് ദൈവസന്നിധിയിൽ എത്തി. അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ ദൈവം വാഗ്ദത്തം ഓർത്തു. അപ്പൊ ദൈവം വാഗ്ദത്തം ഓർക്കണമെങ്കിൽ നെടുവീർപ്പിട്ടുള്ള ഒരു നിലവിളി മേളിലോട്ട് ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക് പറ്റുന്ന പ്രശ്നം, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾക്ക് പറ്റുന്ന പ്രശ്നം, നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണ്, ചർച്ചിൽ പോകുന്നവരാണ്, പള്ളി പോകുന്നവരാണ്. നമ്മൾക്ക് പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഓ ദൈവം എന്നാ വാഗ്ദത്തം മറന്നു പോകാൻ, ദൈവം എന്നാ മനുഷ്യനാണോ? അല്ല. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിറവേറ്റും. അത് പിന്നെ ദൈവത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ അങ്ങ് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. നമ്മൾ എത്രയോ പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എത്രയോ വാഗ്ദത്തങ്ങൾ പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? പക്ഷെ കുറെ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, എന്തുകൊണ്ടാ ദൈവമേ ഈ വാഗ്ദത്തങ്ങളൊക്കെ നീ പറഞ്ഞതല്ലേ? പിന്നെ എന്താ നിറവേറുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മൾക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എന്താണെന്നറിയോ? ആ പ്രവചനം പറഞ്ഞ പ്രവാചകനെ കുറ്റം പറയും. ഓ അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ. അതല്ല കാരണം. ദൈവത്തിന് ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് നിറവേറണം എന്നുണ്ടെങ്കിൽ, ആ പ്രോമിസ് നിറവേറുന്ന സമയമായി എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു ജനത്തെ ദൈവത്തിന് ആവശ്യമാണ്. അതൊരു കൂട്ടമാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫ് ആണെങ്കിലും ഒരു സഭയാണെങ്കിലും, സഭയോടുള്ള ദൂതുകൾ. ദൈവത്തിന് പദ്ധതികളുണ്ട് കേട്ടോ. നമ്മുടെ സഭകളെ ദൈവത്തിന് വളർത്താൻ പദ്ധതികളുണ്ട്. നമ്മുടെ സഭകളെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത്, ആ ദേശത്ത് ദൈവത്തിന്റെ രാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ദൈവത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നമ്മളായിരിക്കുന്ന ദൈവസഭ. പക്ഷെങ്കിൽ ആ ദൈവസഭയിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നിറവേറണം എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടുമടക്കുന്ന ഒരു കൂട്ടർ ദൈവത്തിന് വേണം. ദൈവം അത് നോക്കിയിരിക്കുന്നില്ല. ദൈവവചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ദ ഐസ് ഓഫ് ദ ലോർഡ് റേഞ്ച് ടു ആൻഡ് ഫ്രോ ഓൾ ഓവർ ദി എർത്ത്. ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമി മുഴുവൻ ഊടാടിക്കൊണ്ടിരിക്കുക. എന്തിനാ? ദൈവസന്നിധിയിൽ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ ആരും അങ്ങനെ നിൽക്കുന്നില്ല. നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം കാണിക്കുന്നുണ്ട് കേട്ടോ. മുട്ടയിരിക്കുന്നവർക്ക് വേണ്ടി. നമ്മൾ ഈ ലോകത്തിൽ ഏതൊക്കെ റിവൈവൽ എടുത്ത് നോക്കിക്കോ ദൈവമക്കളെ. എവിടെയാണെങ്കിലും, വെയിൽസിലാണെങ്കിലും, അയർലൻഡിലാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, ആഫ്രിക്കയിലാണെങ്കിലും, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും. നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുക്തി മിഷൻ, പൂനെയിൽ മുക്തി മിഷനിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന എപ്പോഴാ? ആ പണ്ഡിത രമാബായും കുറച്ച് സഹോദരിമാരും മുട്ടയിരുന്നപ്പോഴാണ്. എവിടെ ആര് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി മുട്ടലിരിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ ആ ഒരു പ്രസൻസിന് വേണ്ടി ദൈവം ഇറങ്ങി വരും. ദൈവം വാഗ്ദത്തം നിറവേറ്റും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം, നെടുവീർപ്പിട്ട് നമ്മൾക്ക് പല ചോദ്യങ്ങളുണ്ട്. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഇത് വാഗ്ദത്തം ചെയ്തല്ലേ? അല്ല, വേറൊരു കാര്യം നമ്മൾ പലരും പറയും, ഏതൊരു മീറ്റിങ്ങിൽ പോയാലും പ്രവാചകൻ എൻ്റെ തല തൊടാതിരിക്കാൻ ഏറ്റവും പുറകിൽ പോയിരുന്നാലും എങ്ങനെയും പ്രവാചകൻ മനുഷ്യരുടെ ഇടയിൽ കൂടെ വന്ന് എൻ്റെ തല തന്നെ തൊട്ട് എന്നോട് തന്നെ അതേ ദൂത് വീണ്ടും വീണ്ടും പറയും. പക്ഷെ ഇതൊന്നും നിറവേറുന്നില്ലല്ലോ, എത്ര നാളായി?
കാരണം ഇതാണ്, നെടുവീർപ്പിട്ടുള്ള ഒരു നിലവിളി ദൈവസന്നിധിയിൽ എത്തണം, എത്തണം. ഹാലേലുയ. അങ്ങനെ ഒരു നിലവിളി എത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അവൻ ചെയ്ത വാഗ്ദത്തം അവൻ ഓർക്കും, അവൻ അത് നിറവേറ്റും. ഇവിടെ നെടുവീർപ്പിട്ടുള്ള നിലവിളി എത്തിയപ്പോൾ അവൻ ഇറങ്ങി വന്നു പ്രവർത്തിച്ചു. നിലവിളി എത്തിയത് എപ്പോഴാണെന്നറിയോ? 430 വർഷം കഴിഞ്ഞപ്പോൾ. ഒരു 30 വർഷം മുമ്പ് ഇവർ കരഞ്ഞിരുന്നെങ്കിൽ കറക്റ്റ് 400 വർഷമായപ്പം ദൈവം വിടുവിച്ചേനെ. അതല്ല, അന്നേരം അവർ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു 10 വർഷം കൂടെ നീണ്ടുപോയനെ. 440, 430 എന്നുള്ള 450 ആയനെ, 460 ചിലപ്പോൾ 500 ആയനെ, നമുക്കറിയത്തില്ല. കാരണം പറ്റിയത് എന്താണെന്നറിയോ? ഇസ്രായേൽ മക്കള് അവരുടെ ആ അടിമ വേലയിൽ അവരങ്ങ് യൂസ് ടു ആയിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം അവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ. അയ്യോ, ഞങ്ങൾക്ക് അവിടെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചീരുള്ളി ഉണ്ടായിരുന്നു, ഇതിനെയൊക്കെ മന്നായെക്കാട്ടിലൊക്കെ എന്ത് നല്ലതാ, ഇറച്ചിയെക്കാട്ടിലൊക്കെ എന്ത് നല്ലതാ, നീ എന്നാ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുവന്നാണോ, ഞങ്ങൾക്ക് അവിടെ മരിച്ചാൽ പോരായിരുന്നോ? ഇതൊക്കെ അവരുടെ മനസ്സ്, അവരാ ഒരു അടിമവേല, ഇതൊക്കെ മതി, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നുള്ള ഒരു ചിന്തയിൽ അവരങ്ങ് ഒതുങ്ങിപ്പോയി, ഒതുങ്ങിപ്പോയി. നമ്മുടെ മനസ്സാണ് ആദ്യം പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ചില വിഷയങ്ങളിൽ നമ്മൾ ഒതുങ്ങി അങ്ങ് ഇങ്ങനെയൊക്കെ മതിയെന്ന് ചിന്തിച്ചാൽ അങ്ങനെ അങ്ങ് ആയിപ്പോവും. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന് ചെയ്യാൻ പറ്റാതായിപ്പോവും. കാരണം നമ്മൾ അതിന് റെഡി ആവണം. നമ്മൾ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്, ദൈവം ഇറങ്ങി വരും, ദൈവം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്നത് ആ, ആത്മീയ ഒരു വിഷയമാണ്, ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിലെ തന്നെ വേറെ ഒരു ഭാഗത്തേക്ക് കടന്നു പോകാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ, ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വായിക്കാം. ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സസ് 1, 2 and 3. ഒന്നുകൂടെ പറയാവോ? ദാനിയലിന്റെ പുസ്തകം, ഡാനിയൽ ചാപ്റ്റർ 9, ദാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. കൽദേ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ, ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് അവിടെ നിൽക്കാം. 1-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ ആ രാജാവിന്റെ, ആ മേദ്യ പേർഷ്യ രാജാവിന്റെ ആ ഒരു ഇന്ന കാലഘട്ടം, ഇന്ന സമയം, അതായത് പണ്ടത്തെ കാലത്ത് നമുക്ക് ഇന്നിപ്പം പറയുന്നത് പോലെ 2025 AD, അങ്ങനെ ഇപ്പൊ ജൂൺ 2, 2025 അങ്ങനെ നമ്മൾ ഡേറ്റ് പറയല്ലേ. അവർക്ക് അന്ന് അങ്ങനെ ഒരു ഡേറ്റ് പറയണമെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ കാലഘട്ടം അനുസരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം യുനോ, ഇന്ന രാജാവ് ഇന്ന സമയത്ത് വാണോണ്ടിരുന്നപ്പോൾ എന്ന് പറയുന്ന രാജാവിന്റെ വാഴ്ചയുടെ മിടുക്കിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിന്റെ സമയത്തെ, അതായത് ദൈവശബ്ദം അല്ല, ദൈവാത്മാവ് ദാനിയേലിന്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ച ആ ഒരു സംഭവത്തെ കുറിച്ച്, അത് എപ്പോഴാണ്, ആ സമയം പറയാൻ വേണ്ടിയാണ് ദാര്യാവേശ് രാജാവ് വാണോണ്ടിരുന്ന ആദ്യത്തെ വർഷം തന്നെ എന്ന ആ സമയത്തിന് വേണ്ടിയാ പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിച്ചു? 2-ാം വാക്യത്തിൽ പറയാണ്, ആ ഒരു കാലഘട്ടത്തിൽ ദാനിയേൽ പറയാ, ഞാനേ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ പുസ്തകമായിട്ടാണ്, ദാനിയേലിന്റെ കാലത്ത് അന്നൊരു ചുരുളായിരുന്നു, യെരമ്യാ പ്രവാചകന്റെ ചുരുള്. അപ്പൊ യെരമ്യാ പ്രവാചകന്റെ ചുരുള് വായിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് കറക്റ്റ് ആ സമയത്ത് ദാനിയേലിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. ഏതാ? ആ ആ രാജാവിന്റെ ആദ്യത്തെ വർഷക്കാലം. ഇത് ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പിന്നീട് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് ദാനിയേല് യെരമ്യാ പ്രവാചകന്റെ ചുരുളെടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യെരമ്യാ പ്രവാചകൻ മൂലം ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ച് ഈ പ്രവാസത്തിൽ പോയിരിക്കുന്ന ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ 70 വർഷം, ഫോർ 70 years ഇസ്രായേൽ വിൽ ഗോ ടു ബാബിലോൺ ഇൻ എക്സൈൽ. 70 വർഷം ബാബേലില് അവര് അടിമകളായിട്ട് അല്ലെങ്കിൽ പ്രവാസികളായിട്ട് പോയിരിക്കും എന്ന് ഒരു സമയം പണ്ട് ദൈവം അബ്രഹാമിനോട് 400 വർഷം എന്നുള്ള കൃത്യസമയം പറഞ്ഞതുപോലെ 70 വർഷം എന്നുള്ള ഒരു കൃത്യസമയം ദൈവത്തിന്റെ ക്ലോക്കിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ 70 എന്ന് ദൈവം സ്വർഗത്തിൽ എഴുതി വെച്ചത്
യെരമ്യാ പ്രവാചകൻ എഴുതി വെച്ചത് ദാനിയേൽ വായിച്ചു. ആ സമയം അവിടെ പറയാൻ കൃത്യം കാരണം എന്തെന്നറിയോ? ദാനിയേൽ ഇത് വായിക്കുമ്പോൾ 70 വർഷം, ദാനിയേൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പ്രവാസത്തിലായിട്ട് 70 വർഷമായല്ലോ. ആഹശ്വേരോസ് രാജാവിന്റെ മകനായിരിക്കുന്ന ദാര്യാവേഷിന്റെ ആദ്യത്തെ വർഷത്തെ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഹിസ് റെയിൻ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രവാസത്തിലായിട്ട് 70 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന സമയമാണ്. ദാനിയേൽ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി, പ്രവചനം നിറവേറുന്ന സമയം വന്നിരിക്കുന്നു. ഇനിയിപ്പം മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല, ഇനിയിപ്പം അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. പ്രവചനം നിറവേറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേ മതിയാകൂ. അപ്പൊ 3-ാം വാക്യത്തിൽ അമ്മ ആ വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. അപ്പോൾ എന്റെ ഞാൻ, ദൈവം അവിടെ അവിടെ പറയുന്ന അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു? ഉപവസിച്ചു. സ്തോത്രം. എന്ത് ചെയ്തു? ഉപവസിച്ചു. നമ്മുടെ സഭകളിൽ ഒത്തിരി കുറഞ്ഞു പോയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. ഉപവസിച്ചു, മുട്ടേലിരുന്നു, രട്ടുടുത്തു. ദാനിയേല് വലിയ ഉന്നത പൊസിഷനിൽ വിശുദ്ധനായി ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ അദ്ദേഹം ഉപവസിച്ചു, വെണ്ണീരിൽ ഇരുന്നു, രട്ടുടുത്തു. ഹി വോർ സാക്ക് ക്ലോത്ത്, ഹി സാറ്റ് ഇൻ ആഷസ്, ഹി വാസ് ഫാസ്റ്റിംഗ്. ഇതെല്ലാം ചെയ്തു ദൈവസന്നിധിയിൽ, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത വാഗ്ദത്തം നീ ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിലവിളിയും പ്രാർത്ഥനയും. 4-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങിയുണ്ടല്ലോ, 4 തൊട്ട് 19-ാം വാക്യം വരെ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. 4 തൊട്ട് 19. അത് ദാനിയേല് പിതാക്കന്മാര് ചെയ്ത പാപം തൊട്ട് ഇങ്ങനെ പറഞ്ഞു പോവാ. ഞങ്ങളുടെ പിതാക്കന്മാര് 15-ാം വാക്യമൊക്കെ വായിക്കുമ്പോഴത്തേക്കിനും അവിടെ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാര് 430 വർഷം അവിടെ മിസ്രൈമിൽ, യുനോ വി വെർ സ്ലേവ്സ് ഇൻ ഈജിപ്റ്റ്. അപ്പം അവിടുന്ന് നീ ഞങ്ങളെ വിടുവിച്ചു, നീ കൊണ്ടുവന്ന ഇതെല്ലാം ഇങ്ങനെ പാപം ചെയ്തു. വീണ്ടും ഞങ്ങൾ സൈക്കിളിൽ പോകുന്നു, അതേ പാപത്തിന്റെ സൈക്കിളിൽ ഞങ്ങൾ വീഴുന്നു. ദൈവമേ, നീ ഞങ്ങളോട് മനസ്സിലായമേ. ജനറേഷനായിട്ട് ചെയ്യുന്ന പാപങ്ങൾ വരെ ദാനിയേൽ ഏറ്റു പറഞ്ഞു ദൈവസന്നിധിയിൽ കരയുക. ദാനിയേൽ ദൈവസന്നിധിയിൽ ഒരു കംപ്ലീറ്റ് റിപ്പൻറ്റൻസും കരച്ചിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിന്റെ അവസാനത്തെ ആ 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളൊന്ന് മലയാളത്തിൽ വായിക്കാമോ? 17, ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ആ ഒരു ഭയങ്കര ഇന്റൻസ് കരച്ചില അവിടെ. അതൊന്ന് വായിക്കാം, 17-19. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാക്കണമേ. എന്റെ ദൈവമേ, ചെവി ചായ്ച്ചു കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. സോ ഇവിടെ ദാനിയേലിന്റെ ആ കരച്ചിൽ കേട്ടോ, കർത്താവെ കേൾക്കണമേ, കർത്താവെ ചെവി ചായ്ക്കണേ, കർത്താവെ കണ്ണു തുറന്ന് നോക്കണേ, ഞങ്ങൾ എങ്ങനെ അങ്ങ് 17-19 ആ പ്രാർത്ഥന അവസാനിക്കാറാവുമ്പോഴത്തേനും ഭയങ്കര ഡെസ്പറേഷൻ, ഭയങ്കര ഡെസ്പറേറ്റ്, ഇതുപോലെ ഒരു ഡെസ്പറേറ്റ് ക്രൈ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലവിളി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ്, സ്വർഗം തുറന്നു, ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ഇറങ്ങി വന്നു എന്നോട് സംസാരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് കരഞ്ഞാൽ സ്വർഗം നമ്മുടെ മേളിൽ തുറക്കും, നമ്മുടെ വിഷയങ്ങളിൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം ഒരു യഥാസ്ഥാനപ്പെടുത്തൽ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ അത് ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ, ദൈവം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്തുനിന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു നിലവിളി, ഒരു കരച്ചിൽ, ഒരു ഡെസ്പറേറ്റ് ക്രൈ. ഇനി രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കണം. അതിന് മുമ്പ് ഞാൻ ദൈവം അങ്ങനെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട് കേട്ടോ. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു, ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവം എന്താ ചെയ്തതെന്നറിയോ? പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് സ്പീഡിൽ വായിക്കാം. എക്സഡസ് 6:5-8. അവിടെ ദൈവം
റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ദൈവം പറയുന്ന ചില കാര്യങ്ങൾ. യാ. മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. ഇവിടെ മോശ ഈ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുന്നവർക്ക് ഏഴ് ഏഴ് പ്രാവശ്യം, ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ നല്ല രസമാണ്. ദൈവം പറയാണ്, I will bring you out from under your burdens. I will rescue you from their bondage. I will redeem you from with an outstretched arm. I will take you as my people. I will be your God. I will bring you out into the land. I will give it to you as a heritage. 7 പ്രാവശ്യമാണ് ദൈവം പറയുന്നത് ഐ വിൽ, ഐ വിൽ, ഐ വിൽ, ഐ വിൽ. 7 വട്ടം ഞാനിങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും. എപ്പോഴാണെന്നറിയോ? നിലവിളി, നെടുവീർപ്പിട്ടുള്ള നിലവിളി ദൈവത്തിന്റെ കാതിലെത്തിയപ്പോൾ ദൈവം വാഗ്ദത്തം ഓർത്തു. വാഗ്ദത്തം ഓർത്തപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം പറയാ, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. 7 വട്ടം 7 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഇസ്രായേലിന്റെ അടിമവേലയെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്രായേലിന്റെ ബോണ്ടേജിനെ ഞാൻ വിടുവിക്കും. ഇസ്രായേലിന്റെ ബേർഡൻസിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. ഞാൻ പറയട്ടെ, നമ്മളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെയാണ്. ഞാൻ അനുഭവിക്കുന്നതല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വേറെ വേറെ വിഷയങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിന്റെ പ്രശ്നം മിസ്രൈമായിരുന്നു. നമ്മുടെ പ്രശ്നം, ഓരോരുത്തരുടെയും പ്രശ്നം വേറെ എന്തൊക്കെയോ. ആത്മമണ്ഡലത്തിൽ നമ്മുടെ ബോണ്ടേജ് എന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാം. അങ്ങനെ നിലവിളിച്ചാൽ ദൈവം പറയുന്ന കാര്യം ഒന്ന് വിശ്വാസത്താൽ ഒന്ന് കണ്ടേ, വിശ്വാസ കണ്ണുകൊള്ളും കൊണ്ടൊന്ന് കണ്ണു തുറന്നൊന്ന് കണ്ടേ. ദൈവം പറയാണ്, ഞാൻ നിന്നെ, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഫ്രം ദ അണ്ടർ ദ ബേർഡൻസ് ഓഫ് ദ ഈജിപ്ഷ്യൻസ്. അപ്പൊ അവിടെ നമുക്കൊന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമ്മുടെ വിഷയം എന്താ അതൊന്നിടാം. എന്താ? ഫൈനാൻഷ്യൽ പ്രശ്നമാണോ? ഹല്ലേലൂയ. വിസ റിലേറ്റഡ് പ്രശ്നമാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ? എന്നതാ പ്രശ്നം? ശരീരത്തിലെ രോഗമാണോ? അതിനെ അവിടെ ഇടാം. എന്നിട്ടാണ് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് നമ്മളോട് പറയുന്ന വിശ്വാസ കണ്ണാലൊന്ന് കാണാം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇതിൽ നിന്ന് വിടുവിക്കും. ഞാൻ നിന്നെ ഈ ബോണ്ടേജിൽ നിന്ന് റെസ്ക്യൂ ചെയ്യും. ഐ വിൽ റിഡീം യു വിത്ത് ആൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആം. ഐ വിൽ, ഐ വിൽ, ഐ വിൽ. 7 പ്രാവശ്യമാണ് അവിടെ ദൈവം ഐ വിൽ, ഐ വിൽ എന്ന് പ്രോമിസ് കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം ഒന്ന്, നമ്മൾ നെടുവീർപ്പിട്ട് നിലവിളിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ആ പ്രവൃത്തി. 2, നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട വേറൊരു പ്രവൃത്തി. അതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. 2 കൊരിന്ത്യർ 1:20 ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1:20. 2 Corinthians 1:20. For no matter how many promises God has made, they are yes in Christ, and so through him the amen is spoken by us to the glory of God. അത് മലയാളത്തിൽ വായിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവന് ആമീൻ എന്നും തന്നെ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും വാഗ്ദത്തങ്ങളോ? ഇത് ചില പ്രവാചകന്മാരൊക്കെ നമ്മളോട് പ്രവചനം പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഇത് എന്നോട് തന്നെയാണോ ഈ പറയുന്നതെന്ന്. ചിലപ്പോൾ നമ്മളുടെ അതിബുദ്ധിയിൽ നമ്മൾ പറയുവേ, പ്രവാചകന് തെറ്റ് പറ്റിയതായിരിക്കും. ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന മേഴ്സിയുടെ തലയെ കൈവെക്കേണ്ടതിന് പകരം വന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട് അറിയാതെ പുള്ളിക്കാരന് പറ്റിയ അബദ്ധമാണ്. നമ്മൾ ഇതുപോലെ മിടുക്കന്മാര്. ദൈവത്തിന്റെ വചനം പറയാ, പൗലോസ് പറയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എത്ര വലിയ വാഗ്ദത്തം, അതെന്താ? അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ഇൻ ക്രൈസ്റ്റിൽ. ഇൻ ക്രൈസ്റ്റ് ഇറ്റ് ഇസ് യെസ്. ഇൻ ക്രൈസ്റ്റ് ഇറ്റ് ഇസ് യെസ്. എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ. ഞാൻ ക്രിസ്തുവിലാണോ? എൻ്റെ അപ്പൻ എന്നോട് ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും, അത് എൻ്റെ കഴിവനുസരിച്ചൊന്നും അല്ല ദൈവം എനിക്ക് വാഗ്ദത്തം തരുന്ന കേട്ടോ, അവന്റെ കഴിവനുസരിച്ചാ.
ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ എൻ്റെ ദൈവം നമ്മൾ വിശ്വാസത്തോടെ പറയണം. അപ്പൊ ഇതിപ്പോ എന്തെന്ന് ചോദിച്ചാൽ അപ്പം പൗലോസ് പറയുന്ന അതേ വാക്യത്തിൽ അപ്പൊ പൗലോസ് പറയണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ത്രൂ ഹിം ദ ആമേൻ ഇസ് സ്പോക്കൺ ബൈ അസ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആമേൻ പറയണം. ആമേൻ പറയണം. ഇത് വല്ലതും നടക്കുമോ എന്നല്ല പറയേണ്ടിയത്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? അങ്ങനെയല്ല. പൗലോസ് പറയാണ് ആമേൻ എന്ന് പറയണം. ദൈവം എന്ത് പറയുന്നോ അതിനോട് നമ്മൾ അങ്ങോട്ട് യോജിക്കണം. ദൈവം എന്ത് പറഞ്ഞു അത് അതുപോലെ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കണം. അവിടെ നമ്മുടെ വായും കൊണ്ട് അത് ഏറ്റു പറയണം. സേ സേ ആമേൻ ടു ഗോഡ്സ് വേർഡ്. ദൈവം പറയുന്ന വചനത്തിൽ ദൈവം എന്ത് പറയുന്നോ അത് നമ്മൾ യെസ് ആമേൻ അതെനിക്കുള്ളതാ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന് നിലവിളി, രണ്ട് ദൈവം പറയുന്ന വാഗ്ദത്തം, ദൈവം പറയുന്ന വചനം നമ്മുടെ നാവും കൊണ്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നമ്മൾ കാണും. ഹാലേലുയ. ഈ രണ്ട് രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. റിസ്റ്ററേഷൻ നടക്കുന്നെങ്കിൽ അങ്ങനെയാണ്. ഈ ബൈബിളില് ഒരു ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. മൃഗം എന്ന് പറയാമോ എനിക്കറിയത്തില്ല. എന്തുവാ ഈ റെസ്റ്ററേഷൻ നടക്കുന്ന ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. യഥാസ്ഥാനം നമ്മളത് വായിക്കുന്നത് സങ്കീർത്തനം 103:5 ഒരു മൃഗമല്ല, അതൊരു ഒരു ഒരു പക്ഷിയാണ്. സങ്കീർത്തനം 103:5 ഇംഗ്ലീഷ് ബൈബിളിലെ ഈഗിൾ അല്ലേ, കഴുകൻ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ ആ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഓക്കെ. ഇപ്പൊ ഇത് നമ്മൾ കാണുന്ന ഞാൻ ശരീരത്തിന്റെ റെസ്റ്റോറേഷനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ആ, കാരണം ഇവിടെ നമുക്കറിയാം ഈ കഴുകൻ എന്ന് പറയുന്ന ഒരു മൃഗമായി, ഇതിന് ആത്മാവില്ല, പ്രാണനില്ല, ഇതിനുള്ളത് ശരീരം. അപ്പൊ ശരീരം ഇതിന്റെ യൗവനം ശരീരത്തെ പോലെ പുതുക്കി വരുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ക്ഷീണിതരായി രോഗം വന്ന് വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ യൗവനത്തിൽ നമുക്ക് എങ്ങനെ ആരോഗ്യം വരും? അല്ലെ ഒരു കഴുകന്റെ ശരീരം യുനോ ക്ഷീണം വന്ന് ആരോഗ്യമെല്ലാം പോയി കഴിയുമ്പോൾ അതിൻ്റെ ഫെതേഴ്സ് ഒക്കെ പോയി, അതിൻ്റെ ഈ ക്ലോസ് ഒക്കെ പോയി, പുതിയത് വന്നു പുതുക്കി അത് വീണ്ടും പറന്നുയരുന്ന അതുപോലത്തെ ഒരു അവസ്ഥ. ശരീരത്തെ ദൈവത്തിന്റെ വചനം പുതുക്കുമെന്ന്. ശരീരത്തെ പുതുക്കും. നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ വചനത്തിന് പുതുക്കാനൊക്കും. ഹല്ലേലൂയ. അതെങ്ങനെയാന്നറിയോ? അവിടെ പറയുന്നത് നിന്റെ വായെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പൊ ഇതെന്താ ഈ നന്മ? വായിക്ക് തൃപ്തി വരുത്തുന്നത് നമ്മൾ തിന്നുന്ന ബിരിയാണിയോ ഐസ്ക്രീമോ ഒന്നുമല്ല. നന്മ എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഒന്നുമല്ല. ഈ ലോകത്തിൽ നന്മ എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവവചനം വായിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കും. ദൈവവചനം വായും കൊണ്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ രോഗസൗഖ്യം നടക്കേണ്ടിടത്ത് രോഗസൗഖ്യം നടക്കും. ആ വചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 4:12 പറയുന്നത് ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് അകത്തേക്ക് ചെന്ന് സർജറി നടത്തേണ്ടിയെടുത്ത് സർജറി നടത്തും. പഴുപ്പെടുത്ത് കളയേണ്ടിയെടുത്ത് പഴുപ്പെടുത്ത് കളയും. ഹല്ലേലൂയ. ദൈവവചനം നന്മ അതെന്റെ വായും കൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൃപ്തി വരും. എൻ്റെ ശരീരം കഴുകനെ പോലെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും, രൂപാന്തരപ്പെടുത്തും. അപ്പൊ റെസ്റ്ററേഷൻ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ ആദ്യം നമ്മൾ കണ്ടത് ഇസ്രായേൽ മക്കൾക്ക് 2 വട്ടം ദൈവം വിടുവിച്ചത് നിലവിളിച്ചപ്പോൾ അതൊരു സഭയാകാം, ഒരു കുടുംബമാകാം, ഒരു കുടുംബത്തിന്റെ അവസ്ഥയാകും. ഇനി ഒരു വ്യക്തിക്ക് ശാരീരിക സൗഖ്യം വേണ്ടിയവർ എന്താണ് ചെയ്യേണ്ടത്? നന്മ അവരുടെ വായു കൊണ്ട് വിളിച്ചു പറയണം. ദൈവവചനത്തെ വിളിച്ചു പറയാം. സ്തോത്രം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. റെസ്റ്റോറേഷൻ വേറെ ഒരു ഭാഗത്ത്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ എന്ന് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവ്, ദേഹി, ശരീരം അല്ലെ. നമ്മളൊരു ആത്മാവാണല്ലോ. നമ്മുടെ ശരീരം മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മളിവിടെ ഇല്ലല്ലോ. പിന്നെ നമ്മളെ സൃഷ്ടിച്ചത് അപ്പന്റെ അടുത്തേക്ക് പോവാ. അത് ആത്മാവാ, നമ്മുടെ സ്പിരിറ്റാ. ഈ ശരീരം ഇവിടെ കിടക്കും. അപ്പൊ നമുക്ക് ഈ ശരീരത്തിൽ നമ്മൾ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വായിച്ചത് ശരീരത്തിന്റെ റെസ്റ്റോറേഷനാണ്. പിന്നെ നമ്മൾ ശരിക്കും ആത്മാവാ. പിന്നെ നമുക്കുള്ളത് ഒരു പ്രാണൻ, ഒരു സോളുണ്ട്. ഈ സോളിനകത്താണ്, ഈ പ്രാണനകത്താണ് നമ്മളുടെ മനസ്സും നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ ഇമോഷൻസ് ഇല്ല. നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, പിണക്ക് വരും, കരച്ചിൽ വരും, സന്തോഷം വരും. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസ്. ഇതെല്ലാം എവിടെ കിടക്കുന്നതെന്നറിയോ? നമ്മുടെ സോളിനകത്ത്. മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്.
അത് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വില്ല് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തി. ഒരു സാധനത്തിനോട് നോ പറഞ്ഞാൽ ഓക്കെ, നോ, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, ഞാൻ വലിക്കത്തില്ലെന്ന് തീരുമാനിച്ചു വെച്ചാൽ ആരെന്നെ ഫോഴ്സ് ചെയ്താലും അതൊക്കെ നമ്മുടെ ഇച്ഛാശക്തി. ഇതെല്ലാം നമ്മുടെ പ്രാണന്റെ ഭാഗമാണ്. അപ്പോൾ പലർക്കും പ്രശ്നം വരുന്ന നമ്മൾ ഈ ലോക ജീവിതത്തിൽ സാത്താൻ ഈ നമ്മളെ ഈ വലിയ തിരമാലകൾ കൊണ്ട് അടുപ്പിക്കുമ്പം അത് വന്ന് അടിക്കുന്നത് ശരീരത്തിലാണല്ലോ, അത് ഏക്കുന്നത് മനസ്സിനാ. ഏക്കുന്നത് അതുകൊണ്ടല്ലേ പലരും ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം വന്ന് എത്ര പേരാ സൂയിസൈഡ് ചെയ്യുന്നത്? ഇല്ലേ? ഒരു കൊച്ചു ഇപ്പം 10ാം ക്ലാസ്സിൽ തോറ്റുപോയ പിള്ളേരൊക്കെ സൂയിസൈഡ് ചെയ്യുക. എന്തുകൊണ്ടാ? അത് എഫക്റ്റ് ചെയ്യുന്ന, അത് പിശാച് ടാർഗറ്റ് ചെയ്യുന്ന സോളിനെ ഡാമേജ് ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സോളിനെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലല്ലോ, ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിസ്റ്റോർ ചെയ്യുന്ന, ഇത് നമ്മൾ എവിടെയാ വായിക്കുന്നതെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാ. ഏതാ? സങ്കീർത്തനം 23-3 അവിടെ പറയുന്നത് യു റിസ്റ്റോർ മൈ സോൾ. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് നീ എൻ്റെ പ്രാണനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. പക്ഷെ മലയാളം ബൈബിളിൽ നീ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാ. തണുപ്പിക്കുന്നു. തണുപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പ്രാണനാശ്വാസം, ശരീരത്തിൽ ആശ്വാസം മാത്രമല്ല, പ്രാണനാശ്വാസം തരുന്ന ദൈവം. സ്തോത്രം. പ്രാണനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. അപ്പൊ അതെങ്ങനെയാ പ്രാണന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഇത് വരണമെങ്കിൽ അതിനുള്ള മരുന്നൊന്നുമില്ല. മെഡിക്കൽ സയൻസ് ഇന്നേ വരെ സത്യം പറഞ്ഞാൽ അതിനുള്ള ഒരു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ മരുന്ന് ദൈവവചനത്തിലുണ്ട്. നമുക്ക് സങ്കീർത്തനം 19:7, 19:7 ഒന്ന് വായിക്കാം. സങ്കീർത്തനം 19:7. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവ യഹോവയുടെ ന്യായപ്രമാണം. ഇത് സങ്കീർത്തനക്കാരൻ എഴുതുമ്പം അന്ന് ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. നമ്മൾക്കാണെങ്കിൽ പഴയ നിയമവും ഉണ്ട്, പുതിയ നിയമവും ഉണ്ട്. ദൈവവചനം അത് തികവുള്ളത്. അത് നമ്മുടെ പ്രാണനെ റിസ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് റിസ്റ്റോർസ് അവർ സോൾ. പ്രിയ ദൈവമക്കളെ, പ്രാണനെ എഫക്റ്റ് ചെയ്യുന്ന ഏതൊരു വിഷയത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്നോ, ദൈവവചനം വിളിച്ചു പറയാം. ദൈവവചനം വിളിച്ചു പറയും. നിങ്ങളുടെ സാഹചര്യം പറയുന്നത് പറയരുത്. നിങ്ങളുടെ ഡോക്ടറിന്റെ റിപ്പോർട്ട് പറയുന്നത് വിളിച്ച് പറയരുത്. പിന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവർ, നമ്മുടെ കൂടെ ഉള്ളവരും ഭയങ്കര മിടുക്കരാ. എന്തെങ്കിലും പ്രശ്നം കേട്ടാൽ അവരിങ്ങോട്ട് ഇട്ടുകൂട്ടി കുറേ പറഞ്ഞു, ഒരു ഇങ്ങനെയാണോ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞങ്ങളുടെ നെയ്ബറിന് ഇതേ പ്രശ്നമായിരുന്നു, അവർക്ക് പിന്നെ ഇങ്ങനെയായി അങ്ങനെയായി. അതൊന്നും നമ്മൾ അതൊക്കെ ഇതിലെ കേട്ട് ഇതിലെ അങ്ങ് ഇറക്കി കളയണം. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ നാവും കൊണ്ട് നമ്മൾ പറയുകയും ചെയ്യേണ്ടത് എന്താണ്? ദൈവവചനം. ദൈവവചനം അങ്ങനെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പ്രാണന് റിസ്റ്റോറേഷൻ വരും. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസിനെ ദൈവം ഹീൽ ചെയ്യും. അപ്പൊ നമ്മൾ ശരീരത്തിലെ റെസ്റ്റോറേഷൻ നോക്കി, നമ്മൾ പ്രാണന്റെ റെസ്റ്റോറേഷൻ നോക്കി. സമയം വേഗത്തിൽ പോകുന്നുണ്ട്, നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ ഒരു കാര്യം കൂടെ, അതിനെ ഒന്ന് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ മുമ്പേ ആ വാക്യം പറഞ്ഞു, എന്നാലും എബ്രായ ലേഖനം 4:12 ഒന്ന് വായിക്കാം. അത് ഈ കാര്യം പറയുമ്പോൾ അത് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് 4:12 നമുക്കൊന്ന് മലയാളത്തിൽ വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഉം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും എന്തിനെയൊക്കെയാ വേർപിടിപ്പിക്കുന്നതെന്നുണ്ടെന്ന് വായിച്ച സിസ്റ്ററെ, ഒന്ന് നിർത്തി നിർത്തി വായിക്കണേ. എന്തിനെയൊക്കെയാണ് തുളച്ചു കയറുന്ന? എവിടെയൊക്കെയാന്ന് കണ്ടോ? പ്രാണനെ പ്രാണനെ ഇരുവായത്തുള്ള ഏത് പ്രാണനെയും ആത്മാവിനെയും ആ സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ഓ ചെല്ലുന്നതും. ഹല്ലേലൂയ. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ കേറി ചെല്ലും. എന്തുവാന്നറിയോ? നമ്മൾ ഈ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം എന്ന വാക്യങ്ങൾ, വചനത്തിലെ വാക്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും. നമ്മൾ ഓർക്കും നമ്മൾ ചുമ്മാ പറയാൻ, പക്ഷെ അത് പ്രവർത്തിക്കുന്ന ഇങ്ങനെയാ. അത് അകത്തേക്ക് കയറി ചെന്ന് പ്രാണനെയും ആത്മാവിനെയും സെപ്പറേറ്റ് ചെയ്യും. സന്ധി മജ്ജകളെ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ എല്ലാത്തിനെയും റിസ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു മരുന്നാണ് ദൈവത്തിന്റെ വചനം. ഹാലേലുയ. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 119:103. സാം 119:103 ഒന്ന് വായിക്കാം. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ ആ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. അപ്പൊ
തേനിലും നല്ല, തേനിലും ടേസ്റ്റ് ഉള്ള, ഏറ്റവും മാധുര്യമുള്ളത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഒന്നും ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് നമ്മുടെ വായിക്ക് തൃപ്തി വരുത്തുന്ന മാധുര്യമേറിയ ഒരു സംഭവമാണ് ഏതാ? ദൈവത്തിന്റെ വചനം. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇതങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോലും മനസ്സ് വരത്തില്ല. ആർക്കാന്നറിയോ? ഒന്ന് വായിക്കാം. പ്രോവേർബ്സ് 27:7 ഒന്ന് വായിക്കാം. സദൃശവാക്യം 27:7. അവിടെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനമാണല്ലോ, അവർക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. തിന്ന് തൃപ്തനായവൻ തേൻ കട്ടയും ചവിട്ടിക്കളയുന്നു. ആ, വിശപ്പുള്ള തിന്ന് തൃപ്തരായി. അതായത് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്കുണ്ടല്ലോ, ഇത്ര മാധുര്യമേറിയ അതെങ്ങനെയാ വയറ് നിറയുന്നതെന്നറിയോ? ഈ ലോകത്തിൽ കാണുന്ന പലതും നമ്മുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി, നമ്മുടെ മൈൻഡ്, സോൾ, വിൽ ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പം, നമ്മുടെ ഈ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ, നമ്മുടെ ഈ സോളിന് നമ്മൾ എന്തുവാ, ഇപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് നമ്മുടെ സോളിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഗോസിപ്പ് എന്ന് പറയുന്ന സംഭവം അറിയോ? ഇല്ലേ? അതിനെന്തോ മലയാളത്തിൽ പറയുന്ന ഗോസിപ്പിനെന്തോ മലയാളത്തിൽ പറയുന്നത് ഞാൻ മറന്നു. ഓക്കെ. എന്തോ എന്തോ സിസ്റ്റർ? ഏ പരദൂഷണം. യാ. ഓക്കെ, യുവർ ഫോൺ ഇസ് മ്യൂട്ടഡ്, ബട്ട് ഐ കുഡ് മേക്ക് ഔട്ട് വിത്ത് യുവർ മൗത്ത്. സോ പരദൂഷണം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാ. പക്ഷേ അതൊക്കെ കേട്ട് വയറങ്ങ് നിറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, പിന്നെ ഇതിനൊരു ടേസ്റ്റ് ഇല്ലാതായി. സ്തോത്രം. ഈ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കേരളത്തിലാണ് ഈവനിങ് ആവുമ്പം ഒരു ചാനൽ തുറന്ന ഇങ്ങനെ സീരിയൽ കഴിഞ്ഞ് സീരിയൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വയറ് നിറഞ്ഞ് തൃപ്തിയുള്ള വ്യക്തിക്ക് മാധുര്യമുള്ള തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ദൈവവചനത്തിൽ അതൊക്കെ അങ്ങ് ചവിട്ടിക്കളയും. അതിനൊന്നും പിന്നെ സമയവുമില്ല, അതിനൊരു ടേസ്റ്റും ഇല്ല. പിന്നെ ഒരു ഒഴുക്കം പ്രാർത്ഥനയും ഒരു ഒഴുക്കൻ ഇതും അങ്ങ് വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മരുന്നാണ്. അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രാണനും. ഇനി ആത്മാവിനെ കൂടെ ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവർ സോൾ, ബോഡി. ഇനി നമ്മുടെ ആത്മാവിനെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന, ആത്മാവിനെ റിസ്റ്റോർ ചെയ്യാൻ ഒരാൾ പ്രാർത്ഥിച്ചു. നമുക്ക് എല്ലാവർക്കും ആ വ്യക്തിയെ അറിയാം. നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 51:10 ഒന്ന് വായിക്കാം. സാം 51:10. സ്തോത്രം. ഹല്ലേലൂയ. ഓ ശകര. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ്. ശരിയായ ഒരാത്മാവിനെ എന്ന് ഇംഗ്ലീഷ് പറയുന്നു, എന്നിൽ പുതുക്കണമേ. ഇതാരാ പ്രാർത്ഥിച്ചെന്നറിയോ? ദാവീദാ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് എപ്പോഴാ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ബത്ശേബയുമായിട്ട് പാപം ചെയ്തതിന് ശേഷം ദൈവസന്നിധി കരയുക. ഇത് അന്ന് അവിടെ അവിടെ പറയാണ്, എങ്ങനെ പുതുക്കണം എന്നാ പറയുന്നത്? എങ്ങനെ പുതുക്കണം എന്ന നിർമ്മലമായ ഒരു ഹൃദയം. ഹൃദയം ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. അപ്പൊ ഹാർട്ടിലാണ് പ്രശ്നം. ഹാർട്ടിൽ പ്രശ്നം ഉള്ളപ്പോൾ ആത്മാവ് ഡാമേജ് ആയെന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് ഒരു ദൈവമനുഷ്യനായിരുന്നു. ദാവീദെ കുറിച്ച് പറയുന്നത്, ആ ദൈവത്തിന്റെ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നാ ദാവീദിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എങ്ങനെ തെറ്റുപറ്റി? എന്താ പ്രശ്നം പറ്റിയെന്നറിയോ? ആ പാപത്തിലായി പോയപ്പോൾ ദാവീദിന് മനസ്സിലായി, എൻ്റെ ശരീരത്തിനും പ്രാണനും പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ദൈവമക്കളെ. ആത്മാവിന് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്താം. പക്ഷെ ആത്മാവിന് കേട് വന്നാൽ, ആത്മാവിന് ഡാമേജ് വന്നാൽ, നമ്മൾ എത്ര നാൾ പള്ളി പോയെന്ന് പറഞ്ഞാലും, നമ്മളൊരു ചർച്ചിന്റെ മെമ്പർഷിപ്പ് എടുത്താലും, നമ്മൾ ടൈത്ത് കൊടുക്കുന്നവരാണെങ്കിലും, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ എത്തത്തില്ല. ആത്മാവിന് ഡാമേജ് വന്നാൽ. ദാവീദിന് മനസ്സിലായി, അവന് പ്രശ്നം പറ്റി, അവന്റെ ആത്മാവിന് കേടുവരാൻ പറ്റി തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. അത് പറയാ, ദൈവമേ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. എൻ്റെ ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തണം. എങ്ങനെയെന്നറിയോ? നിർമ്മലമായ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ നീ ക്രിയേറ്റ് ചെയ്യണം. പ്രശ്നം പറ്റിയത് എന്താണെന്നറിയോ? ദാവീദിന് പറ്റിയ പ്രശ്നം സെൽഫ് ഇൻ്റലിജൻസ് ആയിരുന്നു. അതായത് സ്വാർത്ഥത, അല്ലെ? ഈ- എൻ- ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, യുനോ
നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും വലിയ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ അപ്പച്ചന്മാരുടെ കാലഘട്ടം ഇങ്ങനെ അല്ലായിരുന്നു, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വന്ന് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നെയ്ബറിനെ പോലും നമ്മൾ അറിയത്തില്ല. ഞാൻ എൻ്റേത്, എന്നെ ഉണ്ടേലും ഏറ്റവും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഏ എൻ്റെ മൈ ഡിസയേഴ്സ്, മീ, ഞാൻ ആദ്യം. അതാണ് ദാവീദിനെ പറ്റിയ ഫുൾ. ദാവീദിന്റെ സ്വന്തം രാജ്യത്തിലെ സോൾജിയേഴ്സ് യുദ്ധത്തിന് പോയപ്പോൾ ദാവീദ് ഓർത്തു, ഞാൻ രാജാവാണ്, ഞാൻ റിലാക്സ് ചെയ്യണം, ഞാൻ രാജാവാണ്, എൻ്റെ എന്റർടൈൻമെന്റ്, മൈ തിങ് ഇസ്. നമുക്ക് എൻ്റെതും ഞാനും ഇതും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾക്ക് ബൈബിൾ വായനയും പ്രാർത്ഥനയും പള്ളിപ്പോക്കും എല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം ഫസ്റ്റ് ഞാൻ എൻ്റെ കുഞ്ഞിന്റെ പഠിത്തം, എൻ്റെ ഭാവി, എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കും ഒക്കെ പോകും. സോ ഈ ഞാൻ പ്രശ്നമാണ് ദാവീദിന് പറ്റിയത്. ദാവീദ് അതാ അങ്ങനെ വന്നപ്പോ ദാവീദ് സ്വന്തം സോൾജേഴ്സിനോട് ട്രൈറ്ററായി. സ്വന്തം സോൾജർ ആയിരിക്കുന്ന യൂറിയാവിനെ കൊന്നു. സ്വന്തം സോൾജർ ആയിരിക്കുന്ന യൂറിയാവിനെ കൊന്ന് അവന്റെ ഭാര്യയായിട്ട് അഡൾട്ടറി ചെയ്ത്. ഏതൊക്കെ പാപങ്ങളാണ് 1 2 3 4 ആയിട്ട് വീഴുന്നതെന്ന് കണ്ടോ? സോ പ്രശ്നം തുടങ്ങിയത് എവിടെ? ഞാനിൽ തുടങ്ങിയതാ. ഞാൻ എന്റെ റിലാക്സേഷൻ, ഏ സമയമായി, ഞാൻ റിലാക്സ് ചെയ്യണം, ഞാൻ യുദ്ധത്തിനൊന്നും പോകത്തില്ല. അപ്പൊ ആ ഞാനിൽ തുടങ്ങി വീണ് 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 ദാവീദിന് മനസ്സിലായി, എൻ്റെ ശരീരം പാപം ചെയ്തു, പ്രാണൻ പാപം ചെയ്തു, ഇപ്പോ ആത്മാവ് അപകടത്തിലായി, ദൈവസന്നിധിയിൽ ഞാൻ എത്തത്തില്ല. ആരാ പറയുന്നതെന്നറിയോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് മനസ്സിലായി, പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് നമ്മൾക്ക് ഇന്നത്തെ കാലത്തിൽ വലിയ അപകടത്തിലാണ് നമ്മളിൽ പലരും. നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം സാത്താൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു, നമ്മൾ അതിലൊക്കെ വീണു പോകുന്നു. ആത്മാവിന് പോലും കേടുവരുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, ദാവീദ് കരഞ്ഞതുപോലെ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഒരു നിർമ്മലമായ ഒരു ഹൃദയത്തിന് വേണ്ടി കരയാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ആത്മാവിനെ റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. കുടുംബത്തിൽ പ്രശ്നങ്ങളായിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിപ്പിക്കുന്നു, ഇസ്രായേൽ മക്കൾ കരഞ്ഞതുപോലെ ഒരു നെടുവീർപ്പോടു കൂടിയുള്ള ഒരു നിലവിളി ദൈവസന്നിധിയിൽ എത്തിയാൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ ദൈവം ഓർക്കും. ദൈവസന്നിധിയിൽ പഴയ അപ്പച്ചന്മാർ ചെയ്ത പോലത്തെ ഉള്ള ആ മുട്ടേലിരിപ്പും ആ പ്രാർത്ഥനയും ആ നിലവിളിയിലേക്കും ഒക്കെ നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ സ്റ്റൈലുകൾ പോലും മറന്നു. ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ കസറയിൽ ഇരുന്നോണ്ടാ പ്രസംഗിക്കുന്നത് അല്ലേ? അല്ലെല്ലിയ. നമ്മുടെ സ്റ്റൈലുകളെല്ലാം മാറി. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ മുട്ടയിലേ ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ. അല്ലെല്ലുയ്യ. നമുക്ക് ആ ഒരു മടങ്ങി വരവ് നമുക്ക് വേണം. ദൈവസന്നിധിയിലുള്ള ആ നിലവിളി, ആ നെടുവീർപ്പിട്ടുള്ള ആ കരച്ചില്. ദാനിയേൽ പറഞ്ഞല്ലോ, അപ്പാ നീ ഞങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വന്നേ മതിയാകൂ. ആ കാലഘട്ടം തിരിച്ചറിയുകയും ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാനുള്ള സമയമായെന്നുള്ള ബോധ്യം വരികയും ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? ദാനിയേലിനെ പോലെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തരും, നിന്റെ വിടുതലിന്റെ സമയമായി. അങ്ങനെ ആ ബോധ്യം വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, വചനം വിളിച്ചു പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, അതിൽ അപ്പുറം വേറെ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ കുത്തുന്ന ഒരു മാതാക്കളായി, മുട്ടുകുത്തുന്ന സഹോദരിമാരായി നമുക്ക് തീരാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ ഭർത്താക്കന്മാരുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, നമ്മുടെ ദേശത്തിന്റെ മേൽ ദൈവവചനം വിളിച്ചു പറഞ്ഞാൽ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മളുടെ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറ്റും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിച്ചു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ വചനം വിളിച്ചു പറയാനും, അല്ലെങ്കിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം എനിക്കൊരു പൂർണ്ണ വിടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരു റെസ്റ്റോറേഷന്റെ സമയമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുമ്പം പ്രാർത്ഥിക്കുക. എപ്പോഴും ഒന്നും ഓർക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. സമയം കിട്ടുവാണെങ്കിൽ യൂട്യൂബിൽ സ്പിരിച്വൽ മോർസൽസ് ഒന്ന് അടിച്ചു നോക്കുക. സ്പിരിച്വൽ മോർസൽസ് എന്ന ചാനലിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ചെറിയ ചിന്തകൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ സിറ്റി ലൈറ്റ് മ്യൂസിക് എന്നുള്ള ഒരു മ്യൂസിക് ചാനലും ഉണ്ട് എനിക്ക്. അതിനകത്ത് ഞാൻ ഈ പാട്ടുകൾ, എഴുതുന്ന പാട്ടുകളൊക്കെ അതിനകത്ത് റിലീസ് ചെയ്യാറുണ്ട്. സോ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം നൽകി തന്ന സിസ്റ്റർ സിമിക്ക് വളരെയധികം താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗോഡ് ബ്ലെസ് യുവർ ചർച്ച്. ഗോഡ് ബ്ലെസ് യു.